ഹായ് ഫ്രണ്ട്സ്, എസ്റ്റേഴ്സ് ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രുതി സുബീഷ്. എസ്റ്റേഴ്സ് ഫാഷൻസ് ഒരു രജിസ്റ്റേർഡ് ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോറാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു 4 കളക്ഷനാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിന് മുൻപ് എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ ഗീവ്വേയുടെ കാര്യമാണ്. നമ്മൾ ഗീവ്വേ അനൗൺസ് ചെയ്ത അന്ന് മുതലുള്ള വീഡിയോസ് ഷെയർ ചെയ്തതിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ടോ ഫേസ്ബുക്ക് സ്റ്റോറി ആയിട്ടോ സ്റ്റാറ്റസ് ഇട്ടതിൻ്റെ ഒരു 12 മണിക്കൂർ ശേഷമുള്ള സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരാം. അങ്ങനെ നമ്മൾ ഈ മാസം അവസാനം വരെ അയച്ചു തരുന്നവരിൽ നിന്ന് ക്യാഷ് പ്രൈസാണ് വിന്നർക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. 2 പേരാണ് വിന്നേഴ്സായിട്ട് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഇന്നലെ ഒരു 2-3 കമൻറ്റ് ഞാൻ കണ്ടു. അതിൽ ആദ്യത്തെ കമൻറ്റ് ഇങ്ങനെയായിരുന്നു, എന്താണ് പ്രൈസ് എഴുതി കാണിച്ചുകൂടെ, ഇത് മുഴുവൻ കേൾക്കേണ്ടി വരുന്നു എന്നുള്ളത്. അതായത് ഇത് വെറുതെ നേരം പോക്കിന് കാണുന്നവർക്ക് ഇതൊരു ബോറടിയായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇത് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വിശദമായിട്ട് അറിയേണ്ടി വരും. അപ്പോൾ അവർക്ക് അവരുടെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാതിരിക്കാനായിട്ട് ഇത് മുഴുവൻ കേൾക്കണമല്ലോ. അപ്പോൾ പ്രൈസ് എഴുതി കാണിക്കുന്നത് അതുകൊണ്ടല്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് എഴുതി കാണിച്ചിരുന്നു, ഇടയ്ക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ അത് മറന്നു പോകും. അതുകൊണ്ടാണ്. നമ്മുടെ വീഡിയോ ആയതുകൊണ്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം, നമ്മൾ ഒരുവിധ എല്ലാ വീഡിയോസിലും പ്രൈസ് എഴുതി കാണിച്ചിരുന്നു. ലാസ്റ്റ് കുറച്ച് വീഡിയോയിലാണ് അത് വിട്ടുപോയത്. പിന്നെ അത് മാക്സിമം ശ്രദ്ധിക്കാം. അതെനിക്ക് കുഴപ്പമില്ല കമൻറ്റ്. അത് കഴിഞ്ഞൊരു കമൻറ്റും കൂടി കണ്ടു, 5 മിനിറ്റ് കൊണ്ട് പറയേണ്ട കാര്യം 15 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് വലിച്ച് നീട്ടാണ്, ബോറടിപ്പിക്കാതെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ 1 രൂപ കൊടുത്തിട്ട് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ നേരിട്ട് കടയിൽ ചെല്ലുമ്പോൾ നമ്മൾ ആ സാധനം തൊട്ട് ഫീൽ ചെയ്ത് അറിഞ്ഞിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പർച്ചേസിങ് കഴിയും. അതേസമയം നമ്മൾ ഓൺലൈനിൽ കൂടെ എസ്പെഷ്യലി ഡ്രസ്സായിരിക്കുമ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിലെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക, ആ പൈസ നഷ്ടമാണ്. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാ ഡീറ്റെയിൽസും വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ 5000 പേര് കാണുന്നുണ്ടെങ്കിൽ അതിൽ 50 പേര് വാങ്ങുന്നുണ്ടായിരിക്കുള്ളൂ. ആ 50 പേർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഡീറ്റെയിൽസ് പറയുന്നത് കേട്ടോ. ബാക്കി 4000 സംതിങ് പേര്, എത്ര പേരാണോ, അല്ലെങ്കിൽ ഞാനൊരു നമ്പർ ഊഹം പറഞ്ഞതാണ് കേട്ടോ. ബാക്കി കാണുന്ന അത്രയും പേര് വെറുതെ കാണുന്നവർക്ക് ഇതൊരു ബോറടി ആയിട്ട് തോന്നാം. അപ്പോൾ ഇത് നമ്മൾ പൂർണ്ണമായിട്ടും ഇത് പൈസ മുടക്കി വാങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വിശദീകരണം കൊടുക്കുന്നത്. പിന്നെ റിപ്പീറ്റേഷൻ ചിലതൊക്കെ സ്ലീവ് ലെങ്ത് ഒക്കെ വരുന്നുണ്ട്, കാരണം ചിലത് സ്കിപ്പ് അടിച്ചൊക്കെയാണ് കാണുന്നതെങ്കിൽ അത് മിസ്സാവാതിരിക്കാനാണ് അതങ്ങനെ പറയുന്നത് കേട്ടോ. ഈ കാണുന്ന 5000 പേരിൽ നമുക്കൊരു 100 പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ട് ഓരോരുത്തർക്കും ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മളൊരു 10 മിനിറ്റ് മുടക്കിയുള്ള ഒരൊറ്റ വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നത്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു കമൻറ്റ് കണ്ടു, ഇന്നലത്തെ വീഡിയോയുടെ അടിയിൽ തന്നെയാണ് കണ്ടത്. എന്താണ്, വെറുതെ വലിച്ചു നീട്ടാണ്, വെറുപ്പിക്കൽ എന്ന് പറഞ്ഞിട്ട്. ആ വ്യക്തിയോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി എനിക്ക് മെസ്സേജ് അയക്കുകയോ എന്നിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് നിങ്ങളിത് വെറുപ്പിക്കില്ല എന്ന് പറയുന്നത്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാങ്ങുന്ന വ്യക്തികൾക്ക് വേണ്ടിയുള്ള വിശദീകരണം, കുർത്തിയുടെ വിശദീകരണം മാത്രമാണ് ഞാൻ ഈ ചാനലിൽ കൊടുക്കുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളോ അല്ലെങ്കിൽ നാട്ടുവിശേഷങ്ങളോ അല്ലെങ്കിൽ മറ്റ് ചാനലിൽ ഇതിന് നല്ല വിലയാണ് കേട്ടോ, എൻ്റെ കയ്യിൽ മാത്രം വില കുറവെന്നോ അങ്ങനെ എൻ്റെ പ്രൊഡക്റ്റിനെ മാത്രം നല്ലതാക്കി പറഞ്ഞു നിങ്ങൾ എൻ്റെ നിന്ന് മാത്രം വാങ്ങിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങൾ മാത്രം പറഞ്ഞ് ടൈം കളയല്ല ചെയ്യണത്. നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ്, നിങ്ങളൊരു പ്രൊഡക്റ്റിന് 500, 600 അല്ലെങ്കിൽ 300 മുടക്കുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടിരിക്കണം അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. അത് മാത്രമാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എൻ്റെ ജോലി എന്താണ്, നിങ്ങൾ എന്നിൽ നിന്ന് വാങ്ങിക്കുന്ന, നിങ്ങൾ എന്നിൽ നിന്ന് കുർത്തി പർച്ചേസ് ചെയ്യുക, അത് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ അത് തരുമ്പോൾ നിങ്ങൾക്കത് വെറുതെ തരാൻ പറ്റില്ല, അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം. അപ്പോൾ നിങ്ങൾ മുടക്കുന്ന ഓരോ രൂപയ്ക്കും മൂല്യമുണ്ട് എന്ന് പൂർണ്ണമായിട്ട് അറിയുന്നത് കൊണ്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. ചിലർ നമ്മൾക്ക് മെസ്സേജ് അയച്ച് പറയാറുണ്ട്, എല്ലാം വീഡിയോയിൽ വിശദമായി പറഞ്ഞത് കൊണ്ട് തന്നെ ഒരു ഡൗട്ടും ഇല്ല. അവർ നേരെ വരും, ഇന്ന സൈസ് വേണമെന്ന് പറയും, പേ ചെയ്യും, നമ്മൾ അവർക്ക് പ്രൊഡക്റ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ ആ ചാറ്റിന് വളരെ കുറച്ച് ടൈമേ വേണ്ടൂ. വീഡിയോ കണ്ടു വരുന്നവർക്ക് കുറച്ച് ടൈം മതി പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ വാങ്ങുന്നവർക്ക് അത് ഉപകാരമാണ്, വാങ്ങാതെ വെറുതെ കാണുന്നവർക്കാണ് അതൊരു ബോറടി അല്ലെങ്കിൽ വെറുപ്പിക്കലായിട്ട് തോന്നുന്നത്. അപ്പോൾ അത് ആവശ്യമില്ലാത്തവർക്ക് ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കളക്ഷൻ മാത്രം കാണാം. അതല്ല, വാങ്ങുന്നവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയുകയും കൂടി ചെയ്യാം. അതിനാണ് വിശദീകരിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ ആർക്കും അതിൽ ഒന്നും തോന്നരുത്. ആരും അതൊരു എന്താ പറയുക, നമ്മൾ വെറുതെ സമയം വലിച്ചത്, നമുക്ക് സമയം എത്ര യൂട്യൂബിൽ കുറച്ചുകൂടെ അത്രയാണ് നല്ലത്. നമുക്ക് എഡിറ്റിങ്ങിനും അപ്ലോഡിങ്ങിനും എല്ലാം നല്ലത് ടൈം കുറയണമെന്നാണ്. ടൈം കൂടുന്തോറും നമുക്കും പണി കൂടുതലാണ്. അപ്പോൾ നമ്മൾ മാക്സിമം വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാൻ തന്നെയാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ജോർജറ്റിൽ വരുന്ന ഈ ഒരു എയർലൈൻ കുർത്തിയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്.
ഇങ്ങനെയാണ് ഇതാ ഇത്രയും വിരിവോട് കൂടിയിട്ട് അടിയിൽ കണ്ടോ ഇങ്ങനെ ഫ്ലെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ്. ഒരു 17 ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട്. ടോപ്പ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ്. ഒരു 47 ലെങ്ത് വരുന്നുണ്ട്. റൗണ്ടാണ് നെക്ക്, റൗണ്ടാണ് പാച്ച്. ഈ പാച്ച് വന്നിട്ടുള്ളത് അജ്രക്കാണ് കേട്ടോ, കോട്ടൺ അജ്രക്കാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോസ് റിവ്യൂ. എക്സാക്റ്റ് ഈ ഒരു റെഡ് അല്ല കേട്ടോ, ഒരു റെഡ് പ്ലസ് ബ്രിക്ക് റെഡ് ആണ് കൂടുതലും ഇതിൽ നിൽക്കുന്നത്. സ്ക്രീനിൽ ഭയങ്കര ബ്രൈറ്റ് റെഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഇതൊരു ജെറ്റ് ബ്ലാക്ക് അല്ല, എന്നാൽ നരച്ച ബ്ലാക്ക് അല്ല കേട്ടോ, നോർമൽ ഒരു ബ്ലാക്ക് നല്ല ജോർജറ്റിൽ വരുന്ന ഒരു കുർത്തിയാണ്. അപ്പോൾ എന്താ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് കേട്ടോ. നല്ല രസമുള്ള ഷേപ്പാണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് ബാക്ക് ഭാഗം വരുന്നത്. ഇതിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും ഇങ്ങനെ കണ്ട പ്ലേറ്റ്സ് വന്നിട്ടുണ്ട്. ഇത്രയും വിരിവോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. വിത്ത് ക്രേപ്പ് ലൈനിങ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ചുരുക്കുകയോ കളർ പോവുകയോ നരയ്ക്കുകയോ ഒന്നും ചെയ്യില്ല. ക്രേപ്പ് ലൈനിങ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇതാ ഓവർലോക്കോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്, കാണുന്നില്ല, ഓവർലോക്കോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. കുർത്തിയുടെ ഉൾഭാഗം ഇങ്ങനെയാണ്. പിന്നെ നമ്മളത് മറച്ചിട്ട് കാണിക്കുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ എത്ര സ്റ്റിച്ചിങ് തുമ്പൊക്കെ തയ്യൽ തുമ്പൊക്കെ വിട്ടിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ. ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇവിടെ എത്ര സ്റ്റിച്ചിങ്. ചിലർ ചോദിക്കാറുണ്ട് അഴിച്ചിടാനായിട്ടുള്ളത് ഉണ്ടാവാറുണ്ടോയെന്ന്. അപ്പോൾ അത് മാക്സിമം റെഡിമെയ്ഡ് കുർത്തികൾക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം, ഇങ്ങനെയാണ് ബാക്ക് ഭാഗം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഒരു 47, 48 വരെ വരുന്നുണ്ട് കേട്ടോ. 48 വരെ, 47, 48 ഇടയിൽ വരുന്നുണ്ട്. ഇത് നിങ്ങൾക്കൊരു ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 3/4 പാൻറ്റിൻ്റെ കൂടെ ലെഗിൻസിൻ്റെ കൂടെ ഇട്ട് കുർത്തിയായിട്ട് എങ്ങനെ വേണമെങ്കിൽ പെയർ ചെയ്യാം കേട്ടോ. അതെങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. മീഡിയം, ലാർജ്, എക്സൽ, XXL സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 580 മാത്രമാണ് കേട്ടോ. 550 രൂപ. 550 രൂപയ്ക്ക് ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിലും നമ്മൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എത്തിച്ചു തരുന്നതായിരിക്കും. കണ്ടൊരു വെറൈറ്റി നെക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല റൗണ്ട് ഷേപ്പിൽ നല്ല അജ്രക് പാച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ. നല്ല ഡാർക്ക് ബ്ലൂ ആണ്. ഡാർക്ക് ബ്ലൂവിൽ ഒരു സീ ഗ്രീൻ ആണ് കേട്ടോ. സീ ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ഇത് അജ്രക്കാണ്. അജ്രക്കിൽ നല്ല ഒരു യെല്ലോ ഷെയ്ഡിലും മെറൂൺ ഷെയ്ഡിലുള്ള പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ്. സ്ലീവ് ഒരു 17 ഇഞ്ച് ഇറക്കം വരുന്നുണ്ട്. ടോപ്പ് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ക്രൈപ്പ് ലൈനിങ് ആണ്. ഇങ്ങനെയാണ് കേട്ടോ ഓവറോൾ ലുക്ക് വരുന്നത്. കണ്ണാടിയിൽ നല്ല ഇങ്ങനെ ഫ്രിൽസ് വന്നിട്ടുണ്ട്. ഒരു ഫ്രോക്കായിട്ടോ കുർത്തിയായിട്ടോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. ഒരു സീ ഗ്രീൻ കളറാണ് കേട്ടോ. ഇത് പ്യുവർ കോട്ടൺ പീസാണ് കേട്ടോ. പ്യുവർ കോട്ടൺ അജ്രക്കിൽ വരുന്ന പീസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ്. ഇത് എക്സാക്റ്റ് ഒരു റൗണ്ട് അല്ല കേട്ടോ. ഇവിടെ നിന്ന് റൗണ്ട് പോലെ വന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു കർവ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടോ, പ്യുവർ റൗണ്ട് അല്ല, ജസ്റ്റ് ഒന്നിങ്ങനെ കർവ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. നെക്ക് റൗണ്ടാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. ഇങ്ങനെയാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എന്താ ബാക്ക് ഭാഗം ഇങ്ങനെയാണ്. ബാക്കിലും ഈ ഫ്രിൽസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ ഈ ഫ്രിൽസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത്രയും വിരിവോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ. ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന കളറിനെയാണ്. ഞാൻ ഓരോരുത്തരുടെ ഫോണിൻ്റെ സെറ്റിങ്സ് അനുസരിച്ച് മാറ്റമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഡാർക്ക് ബ്ലൂവിൽ നല്ല സീ ഗ്രീൻ പാച്ചാണ്. അതിൽ യെല്ലോയും മെറൂണും കൂടിയിട്ടുള്ള ഒരു പാച്ചാണ് വന്നിട്ടുള്ളത്. ചിക്കു ഷെയ്ഡൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത്. അപ്പം നമ്മുടെ നെക്സ്റ്റ് കുർത്തി കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ തേർഡ് കുർത്തി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഒരു സ്ലിറ്റഡ് മോഡലുള്ള കുർത്തിയാണ്. ഇത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. നേരത്തെ രണ്ടും ജോർജറ്റിൽ, ഏലൈൻ ജോർജറ്റ് കുർത്തിയിൽ അജ്രക് പാച്ചാണ് കണ്ടിരുന്നത്. അത് റൗണ്ട് ആയിരുന്നു പാച്ച്. ഇത് വരുന്നത് വിചിത്ര സിൽക്കിലാണ്. ഇതങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ്. അതിലൊരു ഒരു ബ്രിക്ക് ഷെയ്ഡിലുള്ള പ്യുവർ അജ്രക്കാണ് വന്നിട്ടുള്ളത്. അതിൽ ഒരു ബ്ലൂവും ക്രീം കളറ് വർക്കാണ് വന്നിട്ടുള്ളത്. അതിൽ ഒറിജിനൽ മിററും ചെറിയ ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് കട്ട് ബീഡ് വന്നിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള വർക്കാണ്, പക്ഷെ വളരെ നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ബാക്ക് ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. സ്ലിറ്റഡ് ആണ് കേട്ടോ. സ്ലിറ്റഡ് ആണ്. ക്രേപ്പ് ലൈനിങ് ആണ്. 46 ലെങ്ത്ത് വരുന്നുണ്ട്. സ്ലീവ് ഒരു 17 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് 499 മാത്രമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മിസ്സാക്കാതെ പർച്ചേസ് ചെയ്തോളൂ. ഒരു മോഡലും കൂടി ഇട്ട് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. നല്ലൊരു ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡാണ് കേട്ടോ. ഒരു ബ്രിക്ക് റെഡ് എന്ന് പറയാം.
അതിലൊരു ബ്രൗണും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഒരു സെമി സിൽക്കാണ് കേട്ടോ മെറ്റീരിയൽ. സെമി സിൽക്ക് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അതിൽ നല്ല കട്ടിയുള്ള കോട്ടൺ ലൈനിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒറിജിനൽ പ്യൂർ അജ്രക്കിൻ്റെ സ്ക്വയർ പാച്ചാണ് വന്നിട്ടുള്ളത്. റൗണ്ടാണ് നെക്ക്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ്. സ്ലീവിൻ്റെ എന്തെങ്കിലും പാച്ച് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. കോട്ടൺ ലൈനിങ് ആണ്. സ്ലിറ്റഡ് ആണ് മോഡൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത്. അതിൽ നല്ല മെറൂണ് ചിക്കു ഷെയ്ഡിലുള്ള ഫ്ലവറാണ് വന്നിട്ടുള്ളത്. പ്യുവർ അജ്രക്കാണ് ഈ പാച്ച് വന്നിട്ടുള്ളത്. ഇത് മെറ്റീരിയൽ വന്നിട്ടുള്ളത് സെമി സിൽക്കാണ് കേട്ടോ. വിചിത്ര സിൽക്കൊന്നല്ല, സെമി സിൽക്കാണ്. ഒരു 2 ടോൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. കണ്ടോ, ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ബ്രിക്ക് റെഡിൻ്റെയും ബ്രൗണിൻ്റെയും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. വെയർ ചെയ്തപ്പോൾ നല്ല രസമുള്ള കളറാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് ഒരു 45-46 ആണ് വരുന്നത്. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. മറ്റേതെല്ലാം നല്ല ക്രേപ്പ് ലൈനിങ് ഇട്ടിട്ടാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല കോട്ടൻ്റെ ലൈനിങ് ഇട്ടിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ലൈനിങ് ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓവർലോക്കോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വന്നിട്ടുള്ളത് വളരെ അഫോർഡബിൾ പ്രൈസാണ്. 499. ഒരു കംപ്ലൈൻറ്റ് പറ്റാത്ത മെറ്റീരിയലാണ് കേട്ടോ. 499 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പോൾ ഇന്ന് കാണിച്ച 2 സ്ലിറ്റഡ് പാറ്റേണിന് 499 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. ആദ്യം കാണിച്ച 2 എയർലൈൻ ജോർജറ്റ് കുർത്തികൾക്ക് 580 വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. പിന്നെ എല്ലാവരും കുർത്തി വീഡിയോ ഇടുന്ന സമയം ചോദിച്ചിരുന്നു. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഉണ്ണി വളരെ ചെറുതാണ്. അപ്പോൾ 8.5 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഒരു കറക്റ്റ് സമയമൊന്നും ഫോളോ ചെയ്ത് പോകാത്തത്. നമുക്ക് എത്ര ടൈമിൽ വീഡിയോ എന്നൊക്കെ ഇടുന്നൊന്നും ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഇടുന്നത് ഒരു സമയം തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് പറയുന്നില്ല. വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതെല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കായിരിക്കും കേട്ടോ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിച്ചോളൂ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ തുടർന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ വിശദീകരിക്കുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താ, ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ ബുക്ക് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല, കുർത്തിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.